ഇതിവിടുത്തെ വാച്ച് ഡോഗാണ്. ആൾ ഫുൾ ടൈം ഉറക്കമാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ എണീക്കാറുണ്ട്. നമ്മൾ ഇന്നലത്തെ ചിക്കൻ കറി ചൂടാക്കിയതും ബ്രെഡും തണ്ണിമത്തനും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് റെഡിയായി വരുമ്പോഴത്തേക്കും രാമേട്ടൻ വരും. രാമേട്ടൻ വന്നാൽ അടുത്ത പരിപാടി അമ്പലത്തിൻ്റെ പരിസരം എന്തായാലും പോയി കാണണം. അത് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതാണ്. അതിനുശേഷം രാമേട്ടൻ്റെ നാടായിട്ടുള്ള പിണവൂർ കുടിയിലേക്ക് പോകണം. നമ്മൾ ഇറങ്ങാൻ സമയമായപ്പോഴത്തേക്കും അനിലേട്ടനും അനിലേട്ടൻ്റെ മോളും എത്തി. അനിലേട്ടൻ നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടായിട്ടുണ്ടായിരുന്നതാണ്. യാത്ര ചെയ്യുമ്പോഴും അനിലേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അനിലേട്ടനോടും മോളോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് അമ്പലത്തിനടുത്തേക്കാണ്. അമ്പലത്തിനടുത്ത് നമ്മളെ കാത്ത് രാമേട്ടൻ നിൽപ്പുണ്ട്. നേരെ പാറയൊക്കെ ചെയ്തിട്ടു ഒരു വീട് പറഞ്ഞ് ഇവിടെ ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. പക്ഷെ രാവിലെ വിളിച്ചാൽ ഞാൻ വന്നു. ചേട്ടൻ പിന്നെ ഓട്ടോ ഉണ്ടാകണമെന്ന് ഞാൻ ഓർമ്മയില്ലേ. ആ വീട് പറഞ്ഞു ഇപ്പൊ ആണ് ഇപ്പൊ ഒരു 2:30-3 മണിക്ക് വന്നിട്ട് പോയ സാധനം ഭയങ്കര അവസ്ഥയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഒരാളില്ലാതെ വന്നാൽ ഞങ്ങൾക്ക് ഒരു ബാധിക്കും. ഞാൻ പറയുമ്പോൾ അവിടെ ഒരു 10-20 സായിപ്പന്മാരുണ്ടായിരുന്നു. വേറെ കാര്യങ്ങൾ വിളിച്ചാൽ വിചാരിച്ചത് നിങ്ങൾ ആ പാറയില് അവിടെ അങ്ങനെയുള്ള ഇതൊക്കെ വരുന്ന ഒരു 15 ദിവസം കഴിഞ്ഞില്ല 4 ദിവസം കഴിഞ്ഞ ഒരു പായസം കൂട്ടുണ്ടായിരുന്നു മനസ്സില്. അത് ഭയങ്കര ആഘോഷമായിട്ട് നടക്കുന്ന പരിപാടിയാ. 15 ദിവസം അല്ലേ? 15 ദിവസം കഴിയുമ്പോ ഈ അമ്പലത്തിലേക്കാണ് നമ്മ യൂട്യൂബിൽ കണ്ടേക്കുന്നത്. ആനയുടെ കാടിനകത്തൊരു പരിപാടി എന്നും പറഞ്ഞു പോകും. ഞാനിവിടെ 6 അത് കഴിഞ്ഞ് ഞാൻ 2 പ്രാവശ്യം വന്നപ്പോൾ ആന ഇവിടെ ഇതാക്കി. Upstairs है फर्स्ट upstairs വെള്ളം കുടിക്കാൻ നോക്കുന്നു. എന്തൊക്കെ നോക്കണം കിടക്കാൻ പറ്റില്ലല്ലേ? ഞാൻ വെള്ളക്കത്തിക്കാനൊക്കെ വന്നല്ലേ. കളിയാണ് കളി. ഞാൻ വെള്ളം കളിച്ച പുറകെ 5 എണ്ണം ഇങ്ങനെ അത് കൊടുക്കും. അത് പകലില്ല. രാവിലെ വന്ന ആനയെ കാണാനില്ല. ഞങ്ങള് നമ്മളിറങ്ങിയ സമയത്ത് വന്നാൽ കാണായിരുന്നു. എന്തായാലും കാണാം. ഇവിടെ ഇവിടെ കുഞ്ഞാട്ടാ കുഞ്ഞാണ് ഫ്രഷ് കിളിന്ത് മാത്രം
അവിടെ ഉണ്ടാക്കും അല്ലേ? വലിയ ഉരുളിയിലുണ്ടാക്കും അല്ലേ? ആ വലിയ ഉരുളിയിൽ. അപ്പൊ 1000 പേര് വന്നാൽ 1000 പേർക്കും പായസം കൊടുത്തില്ലേ? അമ്പലത്തിൽ ഇവിടെ നിന്ന് പായസം ഉണ്ടാക്കി അമ്പലത്തിൽ കൊണ്ട് നിവേദ്യം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഈ പായസത്തിനകത്ത് ആക്കും. ആക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു വിടും. ഞാൻ എൻ്റെ സർവയുടെ സാധനം വെള്ളം ശരിയല്ലേ? പുറത്തെടുത്ത് കളയും. ഈ സൗണ്ട് എടുത്തോട്ടെ. ആ കാരണം എന്നാണ് മനസ്സിലായ ആ താരക പുറത്തുനിന്ന് ഭൂം പുറത്തോട്ട് വരില്ലേ? കരിങ്കുരങ്ങാണ്. ഇതല്ലേ? അതിനുള്ളിൽ പാറയുണ്ടോ അവിടെ? തിരുവനന്തപുരം വിചാരി അവന്മാര് കാടിനകത്ത് ആനകളൊക്കെ ഇരിക്കാൻ പറ്റും. ഇതിൽ കഴിഞ്ഞിട്ട് നോക്കി നിങ്ങൾ അവിടെ വന്നപ്പോൾ ഈ വഴിക്ക് വരാറുണ്ട്. അവിടെ പാറ വഴിയില്ലേ? ആ പാറ വഴി കയറിയില്ലേ? നേരെ കൊണ്ടുവരും. ആന നടന്നു വട്ട ആനയുടെ കാൽപ്പാട്. രണ്ട് ദിവസം മുമ്പ് ഇവിടെ ആനയുണ്ടായിരുന്നു. അത് ആന വെച്ചിട്ടാണ്. അമ്പലത്തിൻ്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. പുറത്ത് നമ്മെ നമസ്കരിച്ചിട്ട് പോരാൻ വിചാരിക്കും. തീർന്നില്ല അല്ലേ? ഇതൊക്കെ ചുറ്റമ്പലം പുറത്ത് തന്നെയൊക്കെ ഉള്ളിൽ
മിക്കപ്പോഴും വരുന്നത് അവിടെയൊക്കെ അതിന്റെ ഇപ്പുറത്ത് അതിലും ഇതിലൊരു വഴി കണ്ടില്ലേ? ഇത് ഇവിടം വരെ വന്ന് നിൽക്കണല്ലേ? ആ നിൽക്കുക. പണി നടക്കണല്ലേ അമ്പലത്തിന്? ആ ഇതെന്ത് മരം? വലിയ മരം. ഇത് സംഭവം ഏതിട്ടാ ഇതാണ്. നിൽക്കണല്ലേ? ഇത് അറിഞ്ഞു ഇത് അതും ഇത് മൂന്ന് അരുണി എന്ന് പറഞ്ഞ മരം. ഈ മരത്തിന്റെ കൊടിയാണ് പണ്ട് ആൾക്കാർ വെച്ച് കെട്ടി കിടക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു അതിനെ കുറിച്ച്. അരുണി അവർ ഇതിന് നേർ പകുതിക്കാണ്ട് കെട്ടും. കെട്ടിയിട്ട് തൊലി റൗണ്ട് കൈക്കോടാരിക്ക് വെട്ടി കൊണ്ട് കൊത്തി ഇറക്കും. അപ്പൊ ഒരു ഡൗക്കോട്ടിന്റെ വീതി കിട്ടും. എന്നിട്ട് അത് ഉണങ്ങി കടയിൽ കൊണ്ട് കൊടുത്താൽ അന്ന് 300 രൂപ 400 രൂപ വില പണ്ട്. അപ്പൊ ഇത് വിരിച്ചു കിടന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ ഇപ്പൊ വെട്ടിക്കുന്നില്ല എന്നുള്ളൂ. ഇത് വിരിച്ചു കിടന്നു കഴിഞ്ഞാൽ വാദം അങ്ങനെ ഇങ്ങനെ കുറെ രോഗങ്ങൾ ഉണ്ടാകും. പഴയ ആൾക്കാര് തലമുറക്ക് അറിയില്ല. ഇല്ല ഇപ്പൊ അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അതിനെ കുറിച്ച് കണ്ടില്ല. ഒരു 30 വർഷമെങ്കിലും ആയി. ഏത് 30 വർഷം മുമ്പ് ഇതിങ്ങനെ ചെത്തിക്കൊണ്ട് കൊടുക്കുന്നതിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് 300 രൂപ വരെ ഉണ്ട് പണ്ട്. 35 വർഷം മുമ്പ്. നിങ്ങൾ പറഞ്ഞില്ലേ അതാണ് ഇതുപോലത്തെ മരമാണ് പറഞ്ഞത്. അവിടെ രണ്ടെണ്ണമുണ്ട്. ഓണം ഇത് എന്താ മഴ? ഇത് വെള്ളത്തിന് ഇത് എന്തിനാ ഉപയോഗിക്കണം അറിയാമോ? വെള്ളം ഉണ്ടാക്കണേ. ഇവിടുന്ന് കൊണ്ട് വെള്ളം അത്ര മരം കൊണ്ടുപോയ ഫോറസ്റ്റ് അനുമതിയോടുകൂടി വീണ് കിടക്കണ മരങ്ങള്. ഇത് ഇത് മറ്റേ ഇതിലെ ചാളയുടെ നെയ്യിൽ മുക്കിയിട്ടോ അങ്ങനെ കണ്ട് മരത്തിലേക്കോ? ഈ മരത്തില് ഒരു കുഞ്ഞു മറ്റേ ചുമപ്പുള്ള കാവല് അതാണ് മുട്ടിത്തുറിയത്. അത് ഇവിടെ ചിലർക്ക് 100 രൂപയ്ക്ക് തുടങ്ങാം. മുട്ടിത്തൂറിയ അല്ല ചെറിയ മടവും പുൽപ്പോടും കൂടി. കുറച്ചു നാൾ മുന്നേ ഈ ഭാഗത്ത് താമസിക്കുന്ന ഒരു യുവാവിനെ ഇവിടെ വെച്ച് ആന കൊന്നായിരുന്നു. അദ്ദേഹം ജോലി കഴിഞ്ഞ് വരും വഴിയാണ് അത് സംഭവിച്ചത്. ഏകദേശം ഒരു 6:30-7 മണി സന്ധ്യാസമയമായതുകൊണ്ട് തന്നെ ആന അവിടെ നിന്നത് കണ്ടില്ലായിരുന്നു. അപ്പോൾ ആ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി രാമേട്ടൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ഒരു സൈഡിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആനശല്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചവിട്ടി കൂട്ടി വലിച്ചം കീറി വലിയത്. അയ്യോ. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഏറെ അങ്ങോട്ട് ഇറങ്ങും. ഇവിടുന്ന് പൊക്കി അടുത്ത് എറിഞ്ഞ് ഇവിടെ കൊണ്ട് ആ മരത്തിൽ നിറച്ച ബ്ലഡായിരുന്നു ഈ മരത്തേക്ക്. ഇവിടെ അവിടെ നിന്ന് വലിച്ചു കീറി കുറച്ച് കുടലും പണ്ടൊക്കെ അവിടെ കിടന്നു. ബാക്കി ഇവിടെ നമ്മളവിടെ നിന്നൊക്കെ ഒരു ഓട്ടക്കാരനെ ഇവിടെ വർത്തമാനം പറഞ്ഞു. നമ്മള് പോകുന്ന അവന് വളവ് തിരിഞ്ഞ് വന്ന് നോക്കിയപ്പോ ഇവിടെ ഒരു ബോഡി ചേർക്കൊണ്ട് ആനയും കൊണ്ടുണ്ട്. ആന അവനെയും കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവാ. അവനെ എങ്ങനെയോ വീട്ടു പോയി. അവൻ ലക്കിലേ രക്ഷപ്പെട്ടു. അല്ലെ അവനെ കൊന്നാനാണ്. അതാ അത് തന്നെ. ഇവിടെ പിടിച്ചു അവനെ. മരത്തിലേക്ക് എറിഞ്ഞു. ഇടയിലുണ്ടായിരുന്നു ഷൂട്ട് നടന്നിട്ടുണ്ട്. ഒറ്റവും ബൈക്ക് കയറിപ്പോയതായി കാണുന്ന ഒരു 15 രൂപ അതിനകത്തോടെ പെണ്ണ് കയറ്റി നിർത്തി. തുണിയില്ല കൊടാനില്ലാതെ പെണ്ണിരിക്കുക. അപ്പൊ എന്തായാലും വന്നാലേ എങ്ങനെ മുറ കണ്ടോണ്ടിരുന്ന അതെ ഈ വെബ് സീരീസില്ലേ അതിലൊരു പുള്ളിക്കാരൻ എന്നെ അറിയണ. ഈ വെബ് സീരീസിന്റെ പരിപാടിയൊക്കെ ആയിട്ട് തന്നെ കുറെ എണ്ണം ഞാനായിട്ട് ഇവിടെ ഈ അവരുടെ വണ്ടി കാവലിനൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി നിൽക്കാറുണ്ടായിരുന്നു. അങ്ങനെ പരിചയം ഉണ്ടായിരുന്നു. ഈ പെണ്ണ് വെറുതെ ഇത്രയോളം അപ്പൊ പിള്ളേർ ആദ്യം ഇവരൊക്കെ ഒന്ന് അതുകൊണ്ട് ഡ്യൂട്ടി നടക്കുമ്പോ പിള്ളേർ ഇത് കണ്ട പോകുകയല്ല. കുറച്ചാൾക്കും പ്രശ്നമില്ല. എനിക്ക് പ്രായമായ ആളാണ്. പിന്നെ അവസാനം മരിച്ചു വിടുക. ഇവിടെ പകലും ആന ഇറങ്ങും ഇവിടെ അല്ലേ. ഇപ്പൊ ഈ ആഴ്ച ആന കുറവാണേ. മിനിയാന്ന് ഇവിടെ വന്നപ്പോ ബസ്സിന് വട്ടം വെച്ചു രാവിലെ 8:30-ക്ക്. സ്റ്റാർ വന്നപ്പോ
എന്റെ നാടും കൂടെ കണ്ടില്ല എന്ന് വേണ്ട. അതെ 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 ഒരു പ്ലാന്റേഷൻ ഉണ്ട് അവിടെ, ഉണ്ടല്ലോ. പൊങ്ങല്ലി പ്ലാന്റേഷൻ. ആ അതൊക്കെ ഞാൻ കണ്ടിട്ട് തരാം. എവിടെയാണ് ഡാഡി ഗിരിജ ആ മരം കണ്ടോ? ആ അക്കരെ പാലം ഉണ്ടായിരുന്നു. ആ പാലത്തിനാണ് ഞാൻ ആ ഡാഡി ഗിരിജ എന്ന് പറഞ്ഞില്ല ആ പുലിമുരുകല്ല ആ പാലത്തോട്ടില്ല, ആ പാലത്തോട് അവിടെ അപ്പുറത്ത്. അപ്പൊതപ്പൊട്ടമാര് ആ മനസ്സിലായി. ആ സീനുണ്ട്. അതാ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യാം കേട്ടോ. നമ്മളായിട്ട് ഒരു കുഴപ്പമില്ല, നമ്മൾ ശരിയായിട്ടിരിക്കുന്നു. ഇത് ഏത് റൂട്ടാണ്? ഇത് പിണവപ്പടി ഇത് വഴി അവിടെ കണ്ട് തീരുവ റോഡ്. ഞാൻ ഇന്നലെ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചതാ പറയാം. ഇത് കുഞ്ഞുങ്ങള് ആന റോഡ് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്യും. രണ്ട് സൈഡിലും നല്ല പരന്ന പ്രദേശമാണ്. ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ആനിമൽസ് ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ആനയും മ്ലാവൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾക്ക് ഇതുവരെ ഒരു സൈറ്റ് കിട്ടിയിട്ടില്ല. അത് ലക്കാണ്. ഈ വനപ്രദേശത്ത് വരുമ്പോൾ ചില മൃഗങ്ങളെയും പക്ഷികളെയും കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ലക്കാണ്. ആളുകൾ ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇവരൊക്കെ എല്ലാം ഉൾക്കാട്ടിലോട്ട് പോകും. രാത്രി ഇതിലേ പോകുന്ന റിസ്ക് അല്ലേ? റിസ്കാ. ഞാൻ പിന്നെ എന്റെ വണ്ടിക്ക് എവിടെ ആണെന്നാലും കാണാൻ ഭയങ്കര വെട്ടമല്ലേ. അടിയിലെ 4 ലൈറ്റ് 2 ലൈറ്റ് 3 ലൈറ്റ് ഉണ്ട്. ഉള്ള ലൈറ്റ് മൊത്തം ഉള്ളു. ആർക്ക് നിക്കാൻ പറ്റിയ സ്ഥലം നിക്കും, വഴിയിലൊക്കെ നിക്കും. കണ്ടേക്ക് നമ്മള് പതുക്കെ തിരിഞ്ഞ് മാറി പോണം. നിക്കണം, കുറെ സമയം വെയിറ്റ് ചെയ്യാൻ പോകും. മൊത്തം ആന റോഡ് ഇവിടെ പകല കിടന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് വരും. ഇവിടെ ആന വെള്ളം കുടിച്ചിട്ട് അങ്ങനെ തിരിച്ചു വരും. വേണ്ട കൂട്ടിക്കോട് വേണ്ട. കൂട്ടിക്കോളി. അല്ലേ? This Valagini tree is very, very rare. Manuda. അവിടെ പുള്ളി പോയി കാണട്ടെ, നോക്കട്ടെ. ശിവക്കുട്ടാ അവിടെ നിൽക്ക്, പുള്ളി കണ്ടിട്ട് വരട്ടെ. റിസ്ക്കാണ്ടാ, പുള്ളി കണ്ടിട്ട് വരട്ടെ. റിസ്ക്കാണ്. ആനണ്ട ഇത് അവിടെ നിന്ന് കിട്ടി കരച്ചില്. മോനു വിളിച്ചേ, മോനു. എന്നെ കഴിഞ്ഞ ആഴ്ച അവിടെ ഇട്ട് ആന വന്നിട്ടായിരുന്നു. ഓടിയിട്ടോ ഞാൻ പോസ്റ്റിലോട്ടില്ല. വെളുപ്പിന് 5:30 ഞാൻ ഓടിയാ പെരക്കാതെ കയറുമായിരുന്നു. ചാടി വണ്ടി ഇവിടെ മറിച്ചിട്ടു. ഈ ആന ഈ വാഴയുള്ളോ, ഈ വാഴയും വെള്ളത്തിൽ ഇട്ടേച്ച് തിന്നേച്ച് ഇങ്ങനെ കയറി 5:30. ഞാൻ അവിടുന്ന് വണ്ടി കിടക്കാൻ പോകാൻ വേണ്ടി 5:30 തുറന്നു വന്നു. എത്തി ഇവിടെ വന്നപ്പോഴാ വണ്ടി ഒട്ടി ആന നടത്തി ഞാൻ പറഞ്ഞു. ഞാൻ ഓടിയാ പെരക്കാതെ കയറുമായിരുന്നു. പകരെ ഒട്ടി തുറന്ന് പെരക്കാതെ കയറി. വണ്ടി ഒന്ന് ആനയുടെ അല്ലോട്ട് ചെന്ന് കയറി. ഇത് പിണവൂർക്കുടിയിലുള്ള കബനി പബ്ലിക് ലൈബ്രറിയാണ്. Hey!
ഇതാ കല്ല് കണ്ടായിരുന്നു. ആ ആ കല്ലിട്ട് അവർക്ക് ആന വല്ലതും ഏതാ 2 വർഷമായത് അവൻ കുളിച്ചോണ്ടിരിക്കുക. ആ ഇതാ കല്ല്. ആ കല്ല ആന ഇവിടെ നിന്ന് ഓടി ഇറങ്ങി പറമ്പ് കയറാൻ വേണ്ടി. ഞങ്ങൾ തെങ്ങൊക്കെ മറിച്ചിട്ടേക്ക് പോകുന്നു. ആ ഓടി ഇറങ്ങി അവനെ ചാടി മാറാൻ പറ്റത്തോളം വെള്ളം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ചവിട്ടി കുറ്റി ആൾക്കാർക്ക് കൊടുത്തു. അപ്പൊ എന്റെ കമ്മീസറാണ് എന്റെ തെങ്ങത്തതാ ആ മനസ്സിലാക്കില്ല. ഞാൻ എന്റെ വീട് ഭവനല്ല. ഇതാണ് ഞങ്ങളുടെ സ്കൂളൊക്കെ. ആ ഇതാണ് ഞങ്ങളുടെ സ്കൂള്. GHS പിണവൂർ എത്ര കുട്ടികളുണ്ട് അവിടെ? ഇവിടെ 200 കുട്ടികളുടെ മേലെയുണ്ട്. പത്തിരി വേണോ? എനിക്ക് കിട്ടിയതുകൊണ്ടല്ലേ ഞാൻ പിന്നെ ഉണ്ടായിരിക്കണേ. ഞങ്ങളുടെ ആയുർവേദ ആശുപത്രി വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഡോക്ടർ ഉണ്ടല്ലേ? എല്ലാ ചികിത്സ ഭയങ്കര. പിണവർക്കുടിയിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ബസ്സുകളുണ്ട്. ഇപ്പോൾ ഈ കിടക്കുന്നത് വൈറ്റില ഹബിലേക്കുള്ള ബസ്സാണ്. ഇത് കഴിക്കുന്നൊന്നുമില്ല. അങ്ങനെ ആൾക്കാരെ കഴിക്കണം കണ്ടിട്ടില്ല. മരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ കണ്ടിട്ടില്ല. മരുന്നിന് ഉപയോഗിക്കുന്നത് അത് അത്തിയാണ്. ഇത് വേറെ മോഡലൊക്കെയാ. ചിലപ്പോ അതിന്റെ ഒരു വകഭേദമായത് ഒറിജിനലല്ല. പിന്നെ 2 പേരല്ലേ ഇതിന്, മട്ടി പിന്നെ പൊങ്ങല്ലി. പൊങ്ങല്ലി പ്ലാന്റേഷൻ. ഇവിടെയാണ് വൈകുന്നേരം ആനയോട് യുദ്ധം വെക്കണത്. 6 മണി 7 മണി നമ്മൾ ഇവിടെ ആന കയറി നിറയും. ഇവിടെ നിന്ന് ആൾക്കാരുടെ അണക്കമൊക്കെ തീർന്ന് അറിയുമ്പോഴാണ് ആനക്കരയ്ക്ക് അയക്കാറ്. ഇവിടെ നിൽക്കും തിന്നു. ഇവിടെ നിൽക്കും. തട്ടിക്കിടന്ന് ഇതിലങ്ങോട്ട് വീട് വല്ലതും ഉണ്ടോ? അപ്പുറം വീട് കുറെ വീട് ഉണ്ടല്ലോ. പിണവൂർ പൊടി പൊങ്ങലി പ്ലാന്റേഷൻ. മോഹൻലാല് കഞ്ചാവുമായിട്ട് പോകാൻ വേണ്ടി ലോറിയിൽ ഓടിക്കയറുന്നില്ലേ? അതേതാ ഇവിടെ നിന്നല്ലേ? ഇവിടെ ഈ കവലക്കാണ്. ഇവിടുന്ന് ലോറി എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് അവിടെ നിന്നിട്ട് ഇവിടെയാണ് ഓടി കയറുക. ഇവിടെ ലോറി ഇട്ടിട്ട് അല്ലേ? ആൾക്കാരാ വീടുകളാണ്. താനുണ്ടാവൂടോ? ഇല്ല. ഇവിടെ ആന ഉണ്ടെങ്കിൽ അറിയിക്കാം. എല്ലാവരും അറിയിക്കും. ആന കൊടുക്കുന്നത് വിളിച്ചു പറയും. മെസ്സേജ് ഇടും. അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ കുട്ടികൾ നടക്കണ വഴികളില്ലേ സ്കൂളിലേക്ക് പോവാൻ ഇവിടെ നിന്നിട്ട് വീട് തുടങ്ങുക. ഇവിടെ തിരിക്കാൻ പറയാം. അവരോട് തിരിക്കാൻ പറയാം. യാത്രകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകളും. വീണ്ടും കാണാം. ബൈ.